എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണ്ട് ഗണപതി ഒരു മിത്താണ്, വെറും സങ്കല്പമാണ് എന്നൊക്കെ സഖാവ് ഷംസീർ പറഞ്ഞപ്പോൾ ഭയങ്കര കയ്യടിയായിരുന്നു. ശരിയാണ്, ഗണപതി വെറും സങ്കല്പമാണ്, മിത്താണ്. അപ്പോൾ ടി വി ചർച്ചയിൽ വന്നിരുന്ന ഒരാൾ ചോദിച്ചു, അല്ല സഖാവേ, അള്ളാഹു മിത്താണോ, അള്ളാഹു സങ്കല്പമാണോ? അപ്പോൾ സഖാവ് കിടന്ന് ബാബാബ അടിച്ചു. ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ കേരളത്തിലെ മതേതരത്വം. അതുകൊണ്ട് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ CPM മതേതരത്വ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ തുടങ്ങിയാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം: അവർക്കും മുസ്ലിങ്ങളുമായി എന്തോ പ്രശ്നമുണ്ട്. മുസ്ലിം വോട്ട് അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ വോട്ട് ബാങ്ക് സ്വന്തമായുള്ള പാർട്ടികളുമായി CPMന് എന്തോ കാര്യമായ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ തെളിവിപ്പോൾ കാണാൻ കഴിയുന്നത് നിലമ്പൂർ ഇലക്ഷന് ശേഷം മീഡിയ വൺ ചാനൽ എഡിറ്ററായ ശ്രീ ദാവൂദിന് നേർക്ക് CPMൻ്റെ ജിഹകൾ അഴിച്ചുവിടുന്ന ആക്രമണങ്ങൾ നോക്കിയാൽ മതി. ദാവൂദ് മുസ്ലിം വർഗീയവാദിയാണ്, നുണ പറഞ്ഞ് സാമുദായിക ചേരിതിരിവുണ്ടാക്കുന്നവനാണ് എന്നൊക്കെ പല ബുദ്ധിജീവികളും ഒറ്റക്കെട്ടായി വിലപിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ വിഷയത്തിൽ ഞാനൊക്കെ കാര്യമായി ഒന്ന് ശ്രദ്ധിക്കുന്നത്. ആകെ സംശയമായി. TP ചന്ദ്രശേഖരനെ കൊല്ലാൻ വന്ന വണ്ടിയിൽ മാഷ അള്ളാഹ് എന്ന സ്റ്റിക്കറൊക്കെ പതിച്ച് ഹിന്ദു മുസ്ലിം വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ നോക്കിയ ആൾക്കാർ, അത് കൈരളി ചാനലിൽ എന്താ പറയുക അപ്ഡേഷനായിട്ട് കാണിച്ച ആളുകളാണ് ഇത് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുമ്പോഴാണ് ഇതൊന്ന് കാര്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടല്ലോ എന്ന് തോന്നുന്നത്. അങ്ങനെ ശ്രീ ദാവൂദ് ഇത് സംബന്ധിച്ച് പറഞ്ഞ പല കാര്യങ്ങളും അതിന് പുള്ളി തന്നെ കൊടുത്ത വിശദീകരണങ്ങളും ഈ ഉള്ളവൻ കേട്ടു. സത്യത്തിൽ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും കഴമ്പുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. ഒരൊറ്റ കാര്യത്തിൽ ശ്രീ ദാവൂദിന് തെറ്റിയിട്ടുണ്ട്. ആ തെറ്റ് പറ്റിയത് ഞാൻ ഇവിടെ പറയുകയാണ്. 1999 കാര്യമാണ്. അന്ന് വണ്ടൂർ MLA ആയിരുന്ന ശ്രീ കണ്ണൻ, അദ്ദേഹം നിയമസഭയിൽ ഉന്നയിച്ച വിഷയം ദാവൂദിന് പോസിറ്റീവായി എടുക്കാൻ പറ്റിയില്ല. പകരം കണ്ണൻ്റെ നിയമസഭാ പ്രസംഗത്തെ മുസ്ലിം സമുദായത്തിനെതിരെ ഇന്ന് സംഘപരിവാർ നടത്തിവരുന്ന വിദ്വേഷ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കണ്ടു. അവിടെ പുള്ളിക്ക് സ്ഥലകാല ഭ്രമം പിടിപെട്ടു. ശ്രീ കണ്ണൻ NDFനെതിരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ പരാമർശിക്കുമ്പോൾ അന്നത്തെ സാഹചര്യം ഇന്നത്തേതായിരുന്നില്ല. ഇത് ദാവീദ് ഓർക്കേണ്ട കാര്യമായിരുന്നു. മുസ്ലിങ്ങളെ ഏതിലും സംശയിക്കുന്ന അല്ലെങ്കിൽ സംശയത്തോടെ വീക്ഷിക്കുന്ന ഒരു മനോഘടനയായിരുന്നില്ല അക്കാലത്ത് മറ്റു മതസ്ഥർക്ക്. അത്തരം ഒരു ഭീതിയിലേക്ക് ലോകമെത്തിയത് ബിൻ ലാദൻ്റെ വിമാനം വെച്ചുള്ള ഒരു അമേരിക്കൻ ആക്രമണത്തിന് ശേഷമാണെന്ന് നമുക്കറിയാം. കേരളത്തിലാണെങ്കിൽ അത് കൈവെട്ടിന് ശേഷവുമാണ്. അതുവരേക്കും നമ്മളിപ്പോൾ നോക്കുമ്പോൾ, ഇന്ത്യയിൽ നോക്കുമ്പോൾ തീവ്ര ഹിന്ദുവിൻ്റെ കയ്യിലിരിപ്പും കേരളത്തിലേക്ക് നോക്കുമ്പോൾ തീവ്ര മുസ്ലിമിൻ്റെ കയ്യിലിരിപ്പ് ഏകദേശം സമാസമം ആയിരുന്നു. കേരളത്തിലെ ഇസ്ലാമിസ്റ്റ് സംഘടനകൾക്ക് ഒരു ചരിത്രമുണ്ട്. 1988 ഒക്ടോബർ മാസത്തിൽ ആദ്യമായിട്ട് ഈ നാദാപുരത്ത് കലാപം ഉണ്ടാകുമ്പോഴാണ്, അതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു തുടക്കം എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. കമ്മ്യൂണിസ്റ്റുകാരുടെ ഭീഷണിയെ ചെറുക്കുന്നതിന് വേണ്ടി മുസ്ലിം കൾച്ചറൽ സെൻറ്റർ എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടാകുകയാണ്. വടകരയിലെ താഴത്തങ്ങാടി കേന്ദ്രീകരിച്ചായിരുന്നു അതിൻ്റെ പ്രവർത്തനം. അതിന് ആദ്യഘട്ടത്തിൽ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു. കളരിയും കരാട്ടയും പഠിപ്പിക്കാനാണ് ഈ മുസ്ലിം കൾച്ചർ സെൻറ്റർ. വല്ലവൻ്റെയും നെഞ്ചത്തേക്ക് കയറാൻ ചില്ലറ അഭ്യാസം പഠിപ്പിക്കുക. അങ്ങനെ അവിടേക്ക് മുസ്ലിം ചെറുപ്പക്കാരെ ആകർഷിച്ച് പരിശീലനം നൽകുകയാണ് ഈ സംഘം ചെയ്തു പോകുന്നത്. പക്ഷേ ഈ സംഘത്തിന് നല്ല രാശിയായിരുന്നു. ഈ മുസ്ലിം കളരി സംഘങ്ങൾ വടകര, നാദാപുരം, കല്ലാച്ചി, കുറ്റ്യാടി, വാണിമേൽ എന്നീ പറഞ്ഞൊക്കെ സ്ഥലങ്ങളിലൊക്കെ പടർന്നു പിടിച്ചു. അപ്പോൾ ഇതുണ്ടാക്കിയ സംഘങ്ങൾക്ക് തോന്നി, കൊള്ളാലോ, ഇതിനെ സുസംഘടിതവും വ്യവസ്ഥാപിതവുമായി ഒന്ന് മുന്നോട്ട് കൊണ്ടുപോയാൽ നല്ലൊരു സംഘടനയാക്കി മാറ്റാമല്ലോ. ആ ആലോചന കോഴിക്കോട് ജില്ലയിലെ വടകര മയ്യന്നൂർ മദ്രസ ഹാളിൽ അവിടെ വെച്ച് ഇവരൊരു സംഘടനയായിട്ട് മാറുകയാണ്. അതാണ് 1989 ഒക്ടോബർ 11 രൂപീകരിക്കപ്പെട്ട LDF അഥവാ നാദാപുരം ഡിഫൻസ് ഫോഴ്സ്. ഒരു സംസ്ഥാനവുമില്ല, ഇന്ത്യയുമില്ല, ഒരു വെറും പ്രദേശത്തുള്ളൊരു സംഘടന, നാദാപുരം ഡിഫൻസ് ഫോഴ്സ്. സംഘടനയായപ്പോൾ അതിൻ്റെ ലക്ഷ്യമൊക്കെ ഒന്ന് മാറി. അത് വെറുതെ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് ഗുസ്തി പിടിക്കുക എന്നുള്ളത് മാറി നാദാപുരത്തെ മുസ്ലിം പള്ളികളും വീടുകളും സംരക്ഷിക്കുക. സത്യത്തിൽ ഇതൊരു വലിയ ശല്യമില്ലാത്ത ഒരു ലക്ഷ്യമായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ പോയി. 1992 ബാബറി മസ്ജിദ് പൊളിഞ്ഞതോടെ ഇതുപോലുള്ള പള്ളി സംരക്ഷണ സംഘക്കാരൊക്കെ അവരുടെ തനി നിറങ്ങൾ പുറത്തെടുക്കാൻ തുടങ്ങി. അന്ന് മുസ്ലിം ലീഗ് എന്ന പാർട്ടി UDFലായിരുന്നു. അവർ കോൺഗ്രസിൽ തന്നെ നിന്നുകൊണ്ട് കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടാക്കാതെ സമുദായത്തെ സമാധാനപൂർവ്വം കൈകാര്യം ചെയ്തു. പക്ഷേ ഈ പള്ളി സംരക്ഷണ ഡിഫൻസ് ഫോഴ്സുകൾക്ക് ഇഷ്ടമായില്ല. അവർ പറഞ്ഞു, മുസ്ലിം ലീഗിന് വർഗീയത പോരാ,
ഈ സമയം CPM-ഉം മുസ്ലിം ലീഗിനെ ആക്രമിക്കുകയായിരുന്നു. ബാബറി മസ്ജിദ് തകർത്തതിൻ്റെ കുറ്റം സംഘപരിവാരത്തിന് നൽകാതെ മുഴുവൻ പാപഭാരവും കോൺഗ്രസിൻ്റെ തലയിൽ വെച്ച് കേരളത്തിൽ അധികാരം പിടിക്കാൻ വല്ല വഴിയുണ്ടോ എന്നായിരുന്നു അക്കാലത്ത് CPM നോക്കിയത്. ബാബറി മസ്ജിദ് തകർത്തതിൻ്റെ പേരിൽ ലീഗ് മന്ത്രിസഭ വിടണം, എന്നാൽ ലീഗ് അത് കേട്ടില്ല. അന്ന് ലീഗ് ശരിയായ നിലപാടെടുത്തതിനാൽ വടക്കേ ഇന്ത്യയിൽ ഉണ്ടായ പോലെ വർഗീയ സംഘടനകൾ നമ്മുടെ കേരളത്തിലുണ്ടായില്ല. ശരിക്കൊരു വർഗീയത ദാരിദ്ര്യം തന്നെ കേരളത്തിൽ അക്കാലത്ത് അനുഭവപ്പെട്ടു. ഈ വർഗീയത ദാരിദ്ര്യം പരിഹരിക്കാൻ നിരവധി സംഘടനകൾ മുസ്ലിം ലീഗിന് ബദലായി ഇസ്ലാം സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്ന് അന്നു മുതൽ വളരാൻ തുടങ്ങി. നമ്മൾ മുമ്പ് പറഞ്ഞ നാദാപുരം ടാസ്ക് ഫോഴ്സ് തന്നെ രൂപം മാറി 94 രൂപം മാറി നാഷണൽ ഡെവലപ്മെൻറ്റ് എന്ന NDF ആയി മാറി. ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് ഈ മുസ്ലിം ലീഗും ഇതുപോലുള്ള ഇസ്ലാമിസ്റ്റ് സംഘടനകളും എങ്ങനെയാണ് ഇസ്ലാം സമുദായത്തെ നയിച്ചിരുന്നത് എന്നാണ്. മുസ്ലിം ലീഗ് പ്രായോഗിക സൗകര്യങ്ങൾ നോക്കിയാണ് സമുദായത്തെ നയിച്ചിരുന്നത്. അപ്പോൾ NDF-കാരോ മതപുസ്തകം നോക്കി സമുദായത്തെ നയിക്കാൻ ശ്രമിച്ചു. ഖുറാനിലും ഹദീസിലും ചില ആയത്തുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ വേണം മുസ്ലിങ്ങൾ ജീവിക്കാൻ, അല്ലാത്തതൊക്കെ ശിർക്ക് ആണ് എന്നവർ കുറ്റപ്പെടുത്തി. സത്യത്തിൽ ലീഗിന് ആ പ്രചാരണത്തെ പുസ്തകം വെച്ച് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. ലീഗിന് മാത്രമല്ല, ആർക്കും അതിന് കഴിയില്ല. കാരണം മതപുസ്തകവും ഇസ്ലാമിക ജീവിതവും അത്രയേറെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. നിർബന്ധിത മതവിദ്യാഭ്യാസമുള്ള ഒരു സമുദായത്തിൽ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് സ്വീകാര്യത കൂടും. ഇത് NDF-ന് നല്ല സൗകര്യമായി. കേരളത്തിലെ മറ്റു ജനവിഭാഗങ്ങളുമായി കൊടുത്തും വാങ്ങിയും ഇടകലർന്ന് ജീവിച്ചിരുന്ന ഇസ്ലാമിനോട് ഇതല്ല ഇസ്ലാമിൽ അത് പാടില്ല, ഇസ്ലാമിൽ ഇത് പാടില്ല എന്നൊക്കെയുള്ള ചില നെറേറ്റീവുകൾ പുറത്തെടുത്ത് വിജയിപ്പിക്കാൻ അവർക്ക് ഈസിയായി പറ്റി. അതിൻ്റെ ഭാഗമായി തന്നെയാണ് തസ്നി ബാനു കേസൊക്കെ ഇവിടെ വലിയ വിഷയമായി കേരളത്തിൽ മാറുന്നത്. ആരായി തസ്നി ബാനു? ഓള് വീട് വിട്ടു പോവുകയോ ഇഷ്ടമുള്ള ചെറുപ്പക്കാരൻ്റെ കൂടെ പോവുകയോ ചെയ്യട്ടെ, നമുക്കെന്നാ എന്ന് ചിന്തിക്കുമായിരുന്ന ഒരു സമൂഹത്തെ പറഞ്ഞ് പിരികേറ്റിയതും ആ വിഷയത്തിൽ ഇടപെട്ടിരുന്ന യുക്തിവാദിയായ ജബ്ബാർ മാഷയുടെ വീട് കയറി ആക്രമിച്ചതുമൊക്കെ അതിന് പ്രേരിപ്പിച്ചതൊക്കെ NDF ഇഫക്റ്റിൽ തന്നെയായിരുന്നു. ജഗതി ശ്രീകുമാർ ഒരു സിനിമയിൽ പറയുന്ന കാര്യമാണ് ഇപ്പോൾ ഞാൻ ഓർക്കുന്നത്. ആദ്യത്തെ വിളവെടുപ്പിന് തന്നെ ഞാൻ ഉണ്ടായി, അതോടെ അമ്മ ക്ലോസ്. അതുപോലെയാണ് ഈ NDF-ൻ്റെ കാര്യം. NDF ഉണ്ടായ വർഷം തന്നെ ഇസ്ലാം മത പരിഷ്കരണവാദിയായിരുന്ന ചേകന്നൂർ മൗലവി ക്ലോസ്. ഇതിൻ്റെ അർത്ഥം NDF ആണ് ചേകന്നൂർ മൗലവിയെ കൊന്നത് എന്നതല്ല, അതിന് വേറെ ആളുകളുണ്ട്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ NDF ഇല്ല. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന മറ്റൊരു സംഘടനയുണ്ട്, അതിപ്പോൾ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അവരുടെ പാർട്ടിയായ SDPI ഉണ്ട്. ഒരു അധ്യാപകൻ്റെ കൈവെട്ടിയതിന് ശേഷം അവർക്ക് നല്ല രാശിയാണ്. ഒരു പാവം വിദ്യാർത്ഥിയുടെ കഴുത്തിന് പുറകിൽ വെട്ടി നെഞ്ഞത്ത് കത്തിയും കയറ്റി. മലര് കരുതി വെച്ചോ, കുന്തിരിക്കം പുകച്ചു വെച്ചോ, ആസാദിയുമായി ഞങ്ങൾ വരുന്നുണ്ട് എന്നാണ് അവരുടെ ഓഫർ. പൊതുവെ പറഞ്ഞാൽ NDF ഇല്ലാതായെങ്കിലും അവരുയർത്തിയ പ്യൂരിറ്റി ആശയങ്ങൾ ഇവിടെ നോർമലായി കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുസ്ലിം സ്ത്രീകളിൽ ഒരുപാട് പേർ ഇന്നിവിടെ സൗദി വേഷത്തിലാണ് നടക്കുന്നത്. തട്ടം മാത്രമായിട്ട് നടക്കുന്ന സ്ത്രീകളെ കാണാനേ ഇല്ല. ഹിജാബാണ് നോർമൽ. അതുമാത്രമല്ല, ചാക്കിന് 2 തുളയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി നടക്കുന്നത് സ്ത്രീകളുടെ അവകാശത്തിൻ്റെ ഭാഗമാണെന്ന് പറയാനും ഇവിടെ ആളുകളുണ്ട്. അവരുടെ പേരാണ് വോക്ക്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അവരുണ്ട്. അവരെ എല്ലായിടത്തും വിളിക്കുന്നത് വോക്കുകൾ എന്ന് തന്നെയാണ്. എന്നാൽ NDF വരുന്നതിന് മുമ്പ് അങ്ങനെയായിരുന്നില്ല. 1985 കാലത്തെ സിനിമകൾ കണ്ടു നോക്കിയാൽ മതി. തട്ടമല്ലാതെ മറ്റൊരു എടാകൂടവും മുസ്ലിം സ്ത്രീകളെ കൊണ്ട് നിർബന്ധപൂർവം ഇടിച്ചിരുന്നില്ല എന്ന് നമുക്ക് കാണാവുന്നതാണ്. കുതിരവട്ടം പപ്പു പാടുന്ന പാട്ട് പാവാട വേണം മേലാട വേണം പഞ്ചാര പനങ്കിളിക്ക് എന്നാണ്. അതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അല്ലാണ്ട് കൂറലിൻ്റെ പർദ്ദ വേണം, ഹിജാബ് 2 വേറെ വേണം എന്നൊന്നും നമ്മൾ അന്ന് കേട്ടിരുന്നില്ല. അക്കാലത്ത് കോഴിക്കോട് നടന്ന ഫുട്ബോൾ മത്സരങ്ങൾ കാണാനിരിക്കുന്ന മുസ്ലിം സ്ത്രീകളുടെ ഫോട്ടോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിൽ കാണാറുണ്ട്. അപ്പോഴും നമുക്ക് ഇക്കാര്യം പിടികിട്ടും. വളരെ തുറന്ന മനസ്സോടെ മറ്റ് മതസ്ഥരുമായി ഇടപെട്ട് ജീവിച്ചിരുന്ന മുസ്ലിങ്ങളെ ഒറിജിനൽ മുസ്ലിം വേറെന്തോ ആണെന്ന് പറഞ്ഞ് തിരിപ്പിച്ച് മറ്റ് മതക്കാരുടെ ഉള്ളിൽ ഭയത്തിൻ്റെ വിത്ത് വിതച്ചത് NDF പോലുള്ള സംഘടനകൾ തന്നെയാണ്. SDPIയുടെ കൈവെട്ടോടെ ആ ഭയം 1000 ഇരട്ടിയായി. ഇജാതി
നിഷ്ഠൂരതകളുടെയൊക്കെ കുറ്റം പൊതുസമൂഹത്തിൻ്റെ മേൽ ചാർത്താനായി ഓക്കുകൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത വാക്കാണ് ഇസ്ലാമോഫോബിയ. തങ്ങളുടെ സമുദായത്തിലെ വർഗീയവാദികൾ ചെയ്തു കൂട്ടുന്ന പെറ്റതള്ള സഹിക്കാത്ത ക്രൂരകൃത്യങ്ങളേ അല്ല, എല്ലാം മുസ്ലിങ്ങളോടുള്ള ഭയം കൊണ്ട് തോന്നുന്നതാണ് എന്ന വിചിത്രമായ ഒരു മായാവാദമാകുന്നു ഇത്. ശുദ്ധ സംഘീയ ആചാര്യനായിരുന്ന ശങ്കരാചാര്യർ പോലും ഇത്രയ്ക്കും മഹത്തായ മായാവാദം അവതരിപ്പിച്ചിട്ടില്ല. ഇസ്ലാമോഫോബിയ എന്ന മായാവാദം കൊണ്ടുള്ള ഒരു ദൂഷ്യം എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാം നാമധാരിയായ ഒരാൾ എന്തു കുറ്റം ചെയ്തതെന്ന് കേട്ടാലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അത് നമ്മുടെ സമുദായത്തിനെതിരെ വെറുപ്പുണ്ടാക്കാൻ പറഞ്ഞുണ്ടാക്കുന്നതാണ് എന്ന മായയിൽ ഒരു മതവിശ്വാസി പെട്ടുപോകും. ഇന്ന് ആ മായയിൽ പെട്ടുഴലുന്ന ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുണ്ട്. അവരുടെ ഒരു പ്രതിനിധിയാണ് ദാവൂദ്. ആ ദാവൂദിന് MLA കണ്ണൻ്റെ പ്രസ്താവനയെ ഇസ്ലാമോഫോബിക്കായി മാത്രമേ നോക്കിക്കാണാൻ കഴിയൂ. അതാണ് ദാവീദിൻ്റെ ഭാഗത്ത് ഉണ്ടായ ഏക തെറ്റ്. അത് നിസ്സാര തെറ്റായിട്ട് ഞാൻ കരുതുന്നുമില്ല. ദാവൂദ് പറഞ്ഞ മറ്റ് കാര്യങ്ങളുണ്ട്, അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പ്രധാനമായും പിണറായി വിജയൻ്റെ ശത്രുവായി മാറിയ PV അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ. അതിലെ പ്രധാന ചാപ്റ്റർ തന്നെ പിണറായിസവും ഹിന്ദുത്വയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തെ പറ്റിയായിരുന്നു. അൻവർ MLA സ്ഥാനം രാജിവെച്ചപ്പോൾ വന്ന ഒഴിവിലാണ് നിലമ്പൂരിൽ ഇലക്ഷൻ ഉണ്ടായത് എന്ന കാര്യം നമ്മൾ ഓർക്കണം. അപ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ തന്നെയാണ്. ദാവൂദ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതും മീഡിയ വൺ ചർച്ച ചെയ്തതും ആ വിഷയം തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് പോലും മനഃപൂർവ്വം വിട്ടുകളഞ്ഞതാണ് അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ. അൻവറിൻ്റെ സ്റ്റൈലിനോടുള്ള എതിർപ്പ് എന്ന രീതിയിൽ ചിത്രീകരിച്ച് സതീശൻ ആ വിഷയം ഈസിയായി മുക്കി. പക്ഷേ ഇവരെല്ലാം കൂടി മുക്കിയത് കൃത്യമായി പൊക്കിയെടുക്കുകയാണ് ദാവൂദ് ചെയ്തത്. ഒരു മാധ്യമം ചെയ്യേണ്ട പണിയാണത്. അത് അദ്ദേഹം കൃത്യമായി ചെയ്തു എന്ന് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. പിണറായി മോദി ബാന്ധവം അഥവാ ഹിന്ദുത്വ CPM ബന്ധത്തിൽ പുള്ളി കോൺസെൻട്രേറ്റ് ചെയ്തു. നിലമ്പൂർ ഇലക്ഷൻ സമയത്ത് മുഴുവൻ ഇത് തന്നെയായിരുന്നു ദാവൂദിൻ്റെ പണി. മലപ്പുറം ജില്ലയിൽ അതുമായി ബന്ധപ്പെട്ട കുറേ ഉദാഹരണങ്ങൾ അദ്ദേഹം നിരത്തി. അതിൽ ചീറ്റിപ്പോയ ഒരു ഉദാഹരണമാണ് നമ്മൾ മുമ്പ് പറഞ്ഞ MLA കണ്ണൻ്റേത്. മറ്റുള്ള ഉദാഹരണങ്ങളൊക്കെ കൃത്യമായിരുന്നു എന്നാണ് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അൻവർ ഉന്നയിച്ചതും ദാവൂദും മീഡിയ വണ്ണും വഴി നല്ലപോലെ പ്രചരിക്കപ്പെട്ടതുമായ മോദി പിണറായി ബന്ധം ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. ഉയർന്ന ഉദ്യോഗസ്ഥ നിയമനങ്ങളുടെ കാര്യം വരുമ്പോൾ മോദിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചല്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന കാര്യം കേരള രാഷ്ട്രീയം ശ്രദ്ധിച്ചിരിക്കുന്ന എല്ലാവർക്കും ഇന്ന് പിടികിട്ടിക്കഴിഞ്ഞു. നമ്മുടെ രക്തസാക്ഷികൾക്ക് ഒരു പുനർജന്മം ഉണ്ടായിരുന്നെങ്കിൽ അവർ കുഴിമാടത്തിൽ എഴുന്നേറ്റ് വന്ന് മോന്തയ്ക്കടിച്ചേനെ എന്ന് പോലും സംശയിക്കാവുന്ന നിയമനങ്ങളാണ് കേരളത്തിൽ ഈ അടുത്ത കാലത്ത് നടന്നത്. ഈ അവിശുദ്ധ ബാന്ധവം മൊത്തത്തിൽ സംഖ്യവിരുദ്ധരെ ഞെട്ടിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്ത വിഭാഗം മുസ്ലിം മതവിശ്വാസികൾ തന്നെയാണ്. ഈ കെട്ടകാലത്ത് ഇടതുപക്ഷത്തെ രക്ഷകരായി കണ്ടിരുന്നവരായിരുന്നു വലിയ ഒരു വിഭാഗം ഇസ്ലാം മതവിശ്വാസികൾ. അവർക്കിപ്പോൾ CPMൽ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എല്ലാവർക്കും കഴിഞ്ഞു എന്നല്ല പറയുന്നത്. പാർട്ടി വെച്ച് നീട്ടിയ കുഞ്ഞു കുഞ്ഞു സ്ഥാനമാനങ്ങളിൽ അഭിരമിച്ചുകൊണ്ട് അടിമവേഷം ആടിത്തിമർക്കുന്ന കുറേ ഇസ്ലാം മതവിശ്വാസികളുണ്ട്. അവരുടെ കുടുംബങ്ങളുമുണ്ട്. അത് കഴിച്ച് ബാക്കിയുള്ളവരൊന്നും ഇനി LDFന് വോട്ട് ചെയ്യാൻ പോകുന്നില്ല. അതിൻ്റെ ഒരു മുന്നറിയിപ്പാണ് നമ്മൾ നിലമ്പൂരിലെ ഇലക്ഷനിൽ കണ്ടത്. PDPയും INLും ഒഴിച്ച് ഇസ്ലാം സമുദായത്തിലെ ആളുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം നിലമ്പൂർ ഇലക്ഷനിൽ കോൺഗ്രസിൻ്റെ പിന്നിലാണ് അണിനിരുന്നത്. അപ്പോൾ അൻവറിൻ്റെ കാര്യമോ, അൻവറിനും അയാൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ കിട്ടുകയുണ്ടായി. അപ്പോൾ രംഗം മോശമായി. മൂന്നാം തവണയ്ക്കുള്ള സാധ്യത മങ്ങി. ഇതറിഞ്ഞ CPM കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന തരത്തിലുള്ള ഒരു പന്നിമലത്ത് ഗെയിമിലാണ് ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ളത്. അതിലേക്ക് വരും മുമ്പ് നമ്മൾ അവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇപ്പോൾ ചർച്ച ചെയ്യാം. ഒരു 6 മാസത്തിനുള്ളിൽ അവർ നേരിടുന്ന വെല്ലുവിളി അത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. നിലമ്പൂരിൽ കണ്ടതാണ് ഇസ്ലാം സമുദായത്തിൻ്റെ നിലപാടെങ്കിൽ 100 പഞ്ചായത്ത് പോലും CPMന് ഭരിക്കാൻ കിട്ടില്ല. അടിത്തറയിൽ നിന്നാണ് അധികാരം നഷ്ടപ്പെടുന്നത്.
നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അധികാരം എന്നാൽ MLA പദവി, MP പദവി, മന്ത്രി പദവി, കോർപ്പറേഷൻ പദവി, അങ്ങനെയൊക്കെ കുറേ പദവികളുണ്ടെങ്കിലും താഴെ തട്ടിലെ ഒരു സഖാവിൻ്റെ ഏക പ്രതീക്ഷ ത്രിതല പഞ്ചായത്താണ്. ആ അധികാരമാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. ഈ പാർട്ടി പണ്ടത്തെ പാർട്ടിയല്ല. അധികാരമില്ലെങ്കിൽ പൊട്ടിത്തൂളിപ്പോകുന്ന പാർട്ടിയാണിത് എന്നറിയണം. 35 വർഷത്തെ അധികാരം പോയപ്പോൾ പാർട്ടി ഓഫീസ് പോലും വിറ്റ് കാശാക്കിയ ചരിത്രമാണ് ബംഗാളിലെയും ത്രിപുരയിലെയും സഖാക്കളുടേത്. അത് തന്നെയാണ് ഇവിടെയും ആവർത്തിക്കാൻ പോകുന്നത്. ഇക്കാര്യം എനിക്ക് മാത്രമല്ല എല്ലാ പാർട്ടിക്കാർക്കും അറിയാം, പാർട്ടി നേതാക്കൾക്കും അറിയാം. ഈ ട്രെൻഡ് എന്ത് വില കൊടുത്തും തടഞ്ഞേ പറ്റൂ എന്ന നിലപാടിലേക്ക് CPM എത്തിയത് അങ്ങനെയാണ്. മുസ്ലിങ്ങൾ പോണെങ്കിൽ പോട്ടെ, ബാക്കിയുണ്ടല്ലോ കേരളത്തിൽ 74% എന്നതാണ് ഇപ്പോഴത്തെ ലൈൻ. പുതിയ ഒരു മതേതര ലൈൻ സ്വീകരിക്കുന്നതിൻ്റെ മറവിലൂടെ ഇസ്ലാം സമുദായത്തിനോട് പകരം വീട്ടാൻ അവർ ശ്രമിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് പറ്റിയ ഏറ്റവും അനുയോജ്യനായ ഇരയാണ് മീഡിയ വണ്ണിലെ ദാവൂദ്. ജമാഅത്തെ ഇസ്ലാമി ആയതിനാൽ ഇസ്ലാം രാഷ്ട്രവാദിയായി അവതരിപ്പിക്കാൻ എളുപ്പമുണ്ട്. മൗദൂദിയാണെന്ന് പറയാൻ എളുപ്പമുണ്ട്. തീവ്രവാദിയാണെന്ന് പറയാൻ നല്ല എളുപ്പമുണ്ട്. ദാവൂദിനെ മുൻനിർത്തി ജമാഅത്തിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടാൽ പഴയതൊന്നും ഓർക്കാൻ നേരമില്ലാത്ത ജനം CPMൻ്റെ മതേതര വായാടിത്തത്തിൽ വീണോളും, നിഷ്പ്രയാസം വീണോളും എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം മുമ്പ് അങ്ങനെ വീണിട്ടുണ്ട്. 1987 എല്ലാ മുസ്ലിം സംഘടനകളും LDFനെ ഉപേക്ഷിച്ച് പോയപ്പോൾ CPM അന്ന് പുറത്തിറക്കിയത് ഇസ്ലാം വിരുദ്ധ മതേതര നിലപാടായിരുന്നു. അന്ന് എല്ലാ മുസ്ലിം വിരുദ്ധ വോട്ടുകളും പെട്ടിയിലാക്കാൻ LDFന് കഴിഞ്ഞിരുന്നു. എല്ലാ ചികിത്സകളും പരാജയപ്പെട്ടാൽ കാളന്നല്ലായിയുടെ ഒറ്റമൂലി എന്നാണ് പണ്ട് പറയുക. CPMന് എല്ലാ അടവുകളും പരാജയപ്പെടുമ്പോൾ തുണയ്ക്കെത്തുന്നതാണ് മതേതരത്വം. ആ തുണയ്ക്കെത്തുന്ന മതേതരത്വത്തെപ്പറ്റി 2 ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞ് ഈ പ്രഭാഷണം അവസാനിപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് പിണറായി വിജയൻ്റെ 2006 പ്രസംഗമാണ്. പിണറായി പറയുകയാണ്, AP സുന്നി വിഭാഗം അവർ കഴിഞ്ഞ കാലഘട്ടത്തിലും ഞങ്ങളെ സഹായിച്ചിരുന്നു, ഈ ഘട്ടത്തിലും ഞങ്ങളെ സഹായിക്കുന്ന നിലപാട് തന്നെയാണ്. അതുപോലെ തന്നെയാണ് മുസ്ലിം സമുദായത്തിലുള്ള മറ്റ് ചില സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകൾ ഞങ്ങളെ സഹായിക്കുന്ന രീതിയിലുള്ള നിലയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവരും എടുത്തത്. ഇത്തരം ആളുകളെ വല്ലാത്ത പ്രലോഭനത്തിൽ കൊടുക്കുന്നതിനുള്ള ശ്രമം UDF നടത്തിയിരുന്നു. എന്നാൽ ഒന്നിലും അവർ വീണില്ല എന്നാണ് കാണാൻ കഴിയുന്നത്. രണ്ടാമത്തേത്, അത് പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞ വാക്കുകളാണ്. മനോരമ ന്യൂസ് വോട്ട് വണ്ടി പരിപാടിക്ക് വേണ്ടി നടത്തിയ ഒരു ചെറിയ ഇൻ്റർവ്യൂ. ലേഖകൻ ചോദിക്കുകയാണ്, ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ നിലപാടുകളുള്ള പ്രസ്ഥാനമാണെന്നാണ് ലീഗ് പറയുന്നത്, അങ്ങ് അതിനോട് യോജിക്കുന്നുണ്ടോ? അപ്പോൾ സഖാവ് പറയാണ്, ഞങ്ങളവർ മതേതരവാദികളാണോ എന്നോ തീവ്രവാദികളല്ല എന്നോ വർഗീയവാദികൾ ആണെന്നോ പറയാൻ പോയിട്ടില്ല. ഞങ്ങൾ ഒരു പ്രശ്നത്തെ ആസ്പദമാക്കിയാണ് നിലപാടുകൾ സ്വീകരിക്കാറുള്ളത്. സർവദേശീയ രംഗത്ത് സാമ്രാജ്യത്വ ശക്തികൾ ഇന്ത്യ രാജ്യത്തെടുക്കുന്ന നിലപാടുകളിൽ പലതിലും അവർ എതിർപ്പ് പ്രകടിപ്പിക്കാറുണ്ട്. ആ എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ ഞങ്ങൾ അതിനു മുമ്പേ എതിരാണ്. ഞങ്ങളെടുക്കുന്ന നിലപാടിനോട് യോജിച്ചു വരുന്നു എന്നുള്ള സാദൃശ്യം അല്ലെങ്കിൽ സാമ്യം, യോജിപ്പാണ് ഞങ്ങൾ തമ്മിലുള്ളത്. ഇതൊന്നും പോരാ എന്നുള്ളവർക്ക് 2011 ഏപ്രിൽ 4 പിണറായി വിജയൻ പറഞ്ഞത് കേൾക്കാം. അന്നേ ദിവസം വടക്കാഞ്ചേരിയിൽ വെച്ച് ജമാഅത്തെ ഇസ്ലാമി നേതാക്കളെ പിണറായി കണ്ടു എന്ന ഒരു ആരോപണം വന്നപ്പോൾ അദ്ദേഹം നടത്തിയ വിശദീകരണ പ്രസംഗം ഇങ്ങനെയായിരുന്നു: ജമാഅത്തെ നേതാക്കളുമായി ഞങ്ങൾ മുമ്പും ചർച്ചകൾ നടത്താറുണ്ട്, അത് അവരുടെ ഒരു രീതിയാണ്. ഇടക്കാലത്ത് അത് മുടങ്ങി. അവർ എൻ്റെ അടുത്ത് തലയിൽ മുണ്ടിട്ടൊന്നുമല്ല വന്നത്. അപ്പോൾ ജമാഅത്ത് എന്നത് LDFനൊപ്പം ചേർന്ന് പോയിരുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. പിണറായിയുടെ നേതൃത്വത്തിൽ പോലീസിൽ നടക്കുന്ന സംഖ്യവൽക്കരണം കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അവർ എത്തിയപ്പോഴാണ് അവരിപ്പോൾ നിലപാട് മാറ്റിയത്. LDFൽ നിന്ന് പിന്തുണ പിൻവലിക്കുന്ന ഉടനെ ഒരു പാർട്ടി എങ്ങനെയാണ് മതരാഷ്ട്രവാദ പാർട്ടിയാവുന്നത്? ഇക്കാര്യം പൊതുസമൂഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ CPM നേതാക്കൾ ഇത്തിരി ഉഷ്ണിക്കാൻ വഴിയുണ്ട്. പ്രത്യേകിച്ചും വായ തുറന്നാൽ അബദ്ധം മാത്രം എഴുന്നള്ളിക്കുന്ന ഗോവിന്ദ വീണ സജിമാരുടെ ഒരു കോമഡിയാണ് അവിടെ നടക്കുന്നത്. സിസ്റ്റത്തിൻ്റെ പരാജയം, സ്വകാര്യ ആശുപത്രി പോയതുകൊണ്ട് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടു എന്നൊക്കെ വെച്ച് കാച്ചുന്നവരാണവർ. ഇവരൊക്കെ വെച്ച് വേണം ഇസ്ലാം വിരുദ്ധ വോട്ടുകൾ സമാഹരിക്കാൻ. ഈ പരിപ്പ് വേവുമോ? വേവുമായിരിക്കാം. പടിഞ്ഞാറൻ നാടുകളിൽ ഒരാൾ കമ്മ്യൂണിസ്റ്റാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് ചികിത്സയുടെ ആവശ്യമുണ്ടെന്നാണ് അവർ മനസ്സിലാക്കുന്നത്. ഇവിടെയോ പുരോഗമനവാദിയെന്നും. അപ്പോൾ പിന്നെ പരിപ്പ് വേവുക തന്നെ ചെയ്യും എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, വേവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.